ഇങ്ങനെ ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാ ഈശ്വരനുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുന്നത്. കുറെ തല്ലിന് ശേഷം കിട്ടുന്ന ഒരു തലോടൽ, അത് വല്ലാത്തൊരാശ്വാസമാണ് മോനെ. ചിലപ്പോൾ നമ്മൾ ജീവിതത്തെ വല്ലാതെ വെറുത്തു പോകും. ഒരു ദുരന്തം നമ്മളിലേക്ക് വരുന്നു എന്ന അറിവോടെ ജീവിക്കുമ്പോഴാണത്. മറ്റു ചിലപ്പോ അതുപോലെ നമ്മൾ ജീവിതത്തെ സ്നേഹിച്ചെന്നിരിക്കും. ചെറിയ ചെറിയ സന്തോഷങ്ങൾ മതി വലിയ വലിയ വേദനകളെ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മറക്കാൻ. അപ്പൂട്ടിയുടെ ജീവിതം വീണ്ടും നിന്നിലേക്ക് വിധി എത്തിച്ചു തന്നല്ലോ മോനെ. അത് അവളുടെ ഭാഗ്യമാണ്. ഒരു വലിയ ദുരന്തം അപ്പുറത്ത് കാത്തു നിൽക്കുന്നു എന്നെനിക്കറിയാം. നിങ്ങൾ രണ്ടാളുടെ ജീവിതവും അച്ഛൻ ഒരുപോലെയാ, വേദനകളും അതെ. എന്നാലും ഒരു നിമിഷത്തേക്കെങ്കിലും അതെല്ലാം മറന്ന് സന്തോഷിക്കുകയാണ് ഞാൻ. എനിക്കെല്ലാം അറിയില്ല അച്ഛ. അതാണ് അച്ഛന്റെ ആശ്വാസവും. മോനെ, മനസ്സിലെല്ലാം ഒതുക്കി നീ വേണം ഇനി അവളെ സന്തോഷിപ്പിക്കാൻ. അപ്പൂട്ടിക്ക് വേണ്ടിയാണ് അച്ഛ ഇനി എന്റെ ജീവിതം. ഓരോ നിമിഷവും അവളുടെ സന്തോഷം മാത്രം. കുറെ നാളത്തേക്ക് എന്റെ കയ്യിൽ സൂക്ഷിച്ച് തിരിച്ചേൽപ്പിക്കാൻ ഈശ്വരൻ തന്നൊരു നിധി പോലെ ഞാൻ അവളെ കാത്തോളാം. നിന്റെ നല്ല മനസ്സ് ദൈവം കാണട്ടെ മോനെ. പോരുമ്പോ ഈശ്വരൻ എനിക്ക് തന്നുവിട്ട ആയുസിൽ നിന്ന് കുറെ എടുത്ത് നമ്മുടെ അപ്പൂട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ അച്ഛാ? മോനെ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛന്റെ അടുത്തേക്ക് പോണ്ടെന്ന്. എനിക്കറിയാം ആ മനസ്സിലെ വാശി അത്ര പെട്ടെന്ന് തീരില്ലെന്ന്. പക്ഷെ ഉള്ളിൽ സങ്കടക്കടലുമായി ഒരാളുണ്ട് അവിടെ. പാവം പാവം എന്റെ അമ്മ. ഇന്നലകളിലേക്ക് മനസ്സ് പിടിവിട്ട് വീഴുമ്പോ തോന്നിപ്പോവും ഓടിപ്പോയി എന്റെ അമ്മയുടെ കാൽക്കലൊന്ന് വീഴണമെന്ന്. മനസ്സിടറുന്നു അല്ലേ? കൊലപാതകം, ജയില് എന്നൊക്കെ കേട്ടപ്പോ ഞാൻ ധരിച്ചത്, പക്ഷെ ഇപ്പൊ തോന്നുക ആളൊരു പാവമാണെന്ന്. തെറ്റ് ചെയ്യാത്തവരെ ജയിലിൽ അടയ്ക്കാനല്ലേ എളുപ്പം. വളരെ കുറച്ചു ദിവസത്തെ അടുപ്പമേ നമ്മൾ തമ്മിലുള്ളൂ. പക്ഷെ അത് വളരെ സത്യസന്ധവും ഗാഠവുമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, ഉള്ളിൽ കിടന്ന് നീർന്നത് എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? വിങ്ങലുണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റാരോടെങ്കിലും പറയുമ്പോ കുറെ ആശ്വാസം കിട്ടുന്ന. പറയാൻ നല്ലതൊന്നുമില്ല എനിക്ക്. ഒരു പാവം പെണ്ണിന്റെ ജീവിതം താറുമാറായ കഥ കേൾക്കണോ? ഇലയിടം തിരുമേനിയുടെ മകളായി ഇല്ലത്ത് പിറന്ന ഞാൻ, ഒരിക്കലും ഇഷ്ടപ്പെട്ട കൂടാത്ത കിരൺ, അച്ഛന്റെ വാക്കുകളിൽ പറഞ്ഞ ഒരന്യജാതിക്കാരൻ. കിരണിന്റെ സ്വത്തോ സൗന്ദര്യോ ഒന്നുമല്ല എന്നെ കിരണിലേക്ക് അടുപ്പിച്ചത്. ഞാൻ ഒരുപാട് ഒഴിവ് കഴിവുകൾ പറഞ്ഞു നോക്കി. പക്ഷെ ആ നെഞ്ചിനുള്ളിലെ സ്നേഹം എന്നെ വലിച്ചടുപ്പിക്കുകയായിരുന്നു. അത്രയും നാൾ വളർത്തിയ അച്ഛനോടും അമ്മയോടും ഒരു വാക്ക് പോലും പറയാതെ ഞാൻ ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോ അജയന് ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാവുന്നില്ലേ? രണ്ട് വീട്ടുകാരുടെ ശത്രുത, ആ ഭീതി കൊണ്ട് ഞങ്ങൾ നാട് വിട്ടോടിയത്. കിരണിന് പരിചയമുള്ളൊരു ഹോട്ടലിന്റെ റൂഫ് ഗാർഡനിൽ ആഹാരം കഴിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. മിന്നായും പോലൊരാൾ കത്തി ഓങ്ങുന്നത് ഞാൻ കണ്ടു. കിരൺ എന്ന് ഞാൻ അലറിക്കരയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. വേദന കൊണ്ട് പിടഞ്ഞ് മേശ വരെ ചുറ്റിപ്പിടിച്ച് താഴേക്ക് വീണ കിരണിനെ മടിയിലേക്ക് കിടത്തിയതും
കത്തി വലിച്ചൂരിയെടുത്തതും പിന്നെ കണ്ണുകൾ തുറച്ചു നിന്ന ആ മുഖത്തേക്ക് വിലവിളിയോടെ മുഖം അമർത്തിയത് എനിക്കറിയാം. ആരാ പിന്നെ മാളവികയെ കൊലപാതകയാക്കിയത്? കിരണിന്റെ വീട്ടുകാർ. മകൻ ഞാൻ മൂലമാണ് നഷ്ടപ്പെട്ടെന്ന വാശിയിലായിരിക്കും അവർ. അപ്പൊ മാളവികയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും അവരായിക്കൂടെ? എനിക്കറിയില്ല അജയ. ഞാൻ ആരെയും കുറ്റം പറയില്ല. എനിക്കാരെ സംശയവും. അജയൻ അന്ന് പറഞ്ഞ പോലെ അവരെന്നെ കൊല്ലും മുമ്പേ എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കഴിയും. കിരണിന്റെ ആത്മാവുണ്ട് എന്റെ കൂടെ. എഴുന്നേറ്റ് പോടാ. എഴുന്നേക്കടാ, എഴുന്നേക്ക് എഴുന്നേക്ക്. ചപ്പാക്കുറ്റിക്കൊന്നും അങ്ങോട്ട് വെച്ചതാണല്ലോ, അവൻ ചാവാൻ പോന്നു. വീട്ടിൽ തന്തേ നല്ലതൊന്നും ഇല്ലടാ. താൻ ആരോടൊക്കെ പറയാൻ? കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. എടാ ചെറുക്കാ, നിന്നെ പോലെ ഒരുപാട് കാമുകന്മാര് ഇതിലേ പോയി ചത്തിട്ടുള്ളതാ. അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ അതും കള. നിന്നെയൊക്കെ ഇത്രയും വളർത്തിയെടുത്തതിന് വീട്ടുകാർ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ നിങ്ങളാരാ? ഇപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നും. നിന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തി 2 ഉപദേശം തരാൻ ജനിച്ചാണെന്ന് കൂട്ടിക്കോ. ദൈവം നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് മോനെ. അതൊക്കെ തീർത്തിട്ട് പോയാ പോരെ. ഷടാ, ഇയാൾ ഇതെന്തൊക്കെയാ പറയുന്നേ? ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ഞാൻ നിന്റെ അച്ഛനാണെന്ന് വിചാരിച്ചോടാ. ഒന്നുമില്ലെങ്കിലും നിന്റെ തന്തയുടെ പ്രായമില്ലേ എനിക്ക്. ആ, നിന്നെപ്പോലെ ഒരുപാട് പേരിവിടെ ജീവൻ ഒടുക്കിയതാ മോനെ. അവരുടെയൊക്കെ തന്തയും തള്ളയും വന്നു കിടന്ന് കരയുന്ന കരച്ചില് ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതാ. പിന്നെ നീ ആരാ ഏതാന്നൊക്കെ നീ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. പക്ഷേ ഒരു കാര്യം മാത്രം ദൈവത്തിന് വിട്ടേക്കണം. ചത്തുപോകുന്ന കാര്യമേ അതാ വലിയവൻ അങ്ങ് തീരുമാനിക്കട്ടെ മോനെ. ഞാൻ പറഞ്ഞത് മോന് മനസ്സിലായോ? മോനെ കാത്തിരിക്കാൻ വീട്ടിൽ ആരെങ്കിലും ഒക്കെ കാണില്ലേ? ചെല്ല്, അവരടുത്തോട്ട് ചെല്ല്. ചെല്ലടാ. എന്തായി ബാല? അങ്ങാടിയിലെത്തിയിട്ടില്ല. ഇത്രയും ലേറ്റ് ആയിട്ട് ഇവിടുന്ന് എവിടെ പോയി കിടക്കുക? നിന്നോട് വല്ലതും പറഞ്ഞാൽ താമസിച്ച വരുമെന്ന് പറ്റോ? പിന്നെ എന്നോട് പറഞ്ഞിട്ടല്ലേ പോന്നെ. ഈ ബാലൻ കൊച്ചാട്ടൻ എന്താ? ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ട. വീട്ടിലിരിക്കുന്നവരുടെ മനസ്സിന്റെ വിഷമമൊന്നും അവന്മാർക്ക് അറിയണ്ടല്ലോ. ഇതിപ്പോ എങ്ങാണ്ടോ പോയി സിനിമാ പടമൊക്കെ കണ്ടേച്ച് കറങ്ങി നടക്കുകയായിരിക്കും. വളർത്തുദോഷവും കൂടിയാണേ. ഓലത്തി നാക്കിട്ട് അടിക്കാതെ ചുമ്മാ ഇരിക്കണേ. മനുഷ്യനോട് അന്തം പറഞ്ഞിരിക്കുമ്പോഴാ അവിടെ അല്ലേലും കാര്യം പറഞ്ഞ ആർക്കും പിടിക്കത്തില്ലല്ലോ. സ്വന്തം മക്കൾക്ക് തെറ്റും കുറ്റവും വന്നാ പൊത്തിയും പൊതിഞ്ഞും വെക്കും. ഒടുവിൽ നാട്ടുകാരൊക്കെ അറിയുകയും ചെയ്യും. കണ്ണീര് തോരത്തുമില്ല. ഇങ്ങനെ വല്ലതും കുറച്ചോ അവനോട്? നമ്മളാരാ ഇത്രയും വലിയ പഠിപ്പുകാരനെ പറഞ്ഞു നന്നാക്കാൻ? ഓ, ഇതിനെ പണ്ടാറടങ്ങാനായിട്ട്. കുഞ്ഞമ്മയോട് പോലും പറയാതെ ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? അതാ ഞാൻ പറഞ്ഞത്, ചൊല്ലും വിളിയും കൊടുത്ത് വളർത്താത്തതിന്റെ കുഴപ്പാണെന്ന്.
കുഞ്ഞമ്മ അവനും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങോ മറ്റോ? ഇല്ല ബാല, ഞാൻ എന്തു പറഞ്ഞ അവനെ പിണക്കുന്നേ? ചോദിച്ചെന്നേ ഉള്ളൂ. മനസ്സ് വിഷമിച്ചിരിക്കുന്ന നേരത്താണെങ്കിൽ ഇത്രയുള്ള മതിയല്ലോ. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്, ഇങ്ങോട്ടൊന്നും പറയരുതെന്ന് ബോർഡ് എഴുതി വെക്കണം. അവന്റെ ഒരു പറച്ചില് കേട്ടില്ലേ? കള്ളന്മാരെ ചിലപ്പോ ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞു നിൽക്കും. അതിനിങ്ങനെ താമസിച്ചു വരാനും നാട് വിടാനൊക്കെ നിന്നാ ആ പണ്ടാരക്കാലിന് എന്നും അതിനല്ലേ നേരം ഉണ്ടാവൂ. ഓ, സമ്മതിക്കത്തില്ല. മിണ്ടായിരുന്നു അവിടെ. കുഞ്ഞമ്മേ, നേരം കുറയായില്ലേ? അധികം ഇരട്ടിട്ട് വന്നവന് ശീലമില്ലല്ലോ. ഞാൻ ഒന്നും കൂടി പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം. അല്ല, കവലയിലെ ആട്ടോക്കാരെങ്ങനെ കണ്ട ഇങ്ങോട്ടൊന്നാക്കും. അവന്മാർക്കെല്ലാം അറിയാം ബാലൻ അനിയനാണെന്ന്. എന്നാലും എപ്പോഴും അവന്മാരവിടെ കാണണമെന്നില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം. ശരി. എന്താ കുഞ്ഞുമ്മ ഇങ്ങനെ? കണക്കായി പോയി. ഇത് കിട്ടേണ്ട സമയത്ത് കിട്ടണമായിരുന്നു. കേറി പോകല്ല പോകല്ല പറഞ്ഞ. വിഷമിക്കാതെ. നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കുഞ്ഞുമ്മയുടെ മനസ്സ് വേദനിച്ചത് നീ കണ്ടില്ലല്ലോ. പാവത്തിന് എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? നീ എന്നും പറഞ്ഞ് ജീവിക്കുന്നല്ലേ? കുറെ അലഞ്ഞെറിഞ്ഞിരിക്കുന്നല്ലോ. എവിടെ ആയിരുന്നു നീ ഇതുവരെ? ആ, ചെന്ന് അമ്മയെ സമാധാനിപ്പിക്ക. ചെല്ലടാ. അമ്മേ, അമ്മേ, എന്തിനാ നീ എന്നെ വിളിക്കുന്നത്? ഞാൻ ആരാ? നിന്റെ ഇഷ്ടം പോലെ നടന്നു. എന്റെ മനസ്സിന്റെ നീറ്റില് നീയെങ്കിലും മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ അനുഭവിക്കുന്ന വേദന അമ്മ അറിയരുതെന്ന് കരുതിയിട്ടാ. വേദനയോ? ഞാൻ അറിയാത്ത എന്ത് വേദനയാ നിനക്ക്? ഒന്നും എനിക്കറിയില്ല അമ്മേ. ആരോ വിളിച്ചിട്ടെന്ന പോലെ അമ്മയോട് പോലും പറയാതെ ഞാൻ എങ്ങോട്ടോ പോയി. എവിടേക്ക് പോയെന്നോ എങ്ങനെ തിരിച്ചു വന്നു എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നിടത്ത് എന്റെ മനസ്സ് നിൽക്കുന്നില്ല അമ്മേ. മോനെ, എന്താ നിനക്ക്? എനിക്കറിയില്ല. ഈ നിമിഷം അങ്ങ് മരിച്ചു പോയെങ്കിൽ ആഗ്രഹിക്കാൻ ഞാൻ. എന്റെ മക്കള് അമ്മ എങ്ങനെ വിഷമിപ്പിക്കരുത്. ഞാൻ എന്ത് ചെയ്യും അമ്മ? മറക്കണമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ തകട്ടി വരും. ഒന്നും ഓർത്ത് എന്റെ മോൻ വിഷമിക്കരുത്. കഴിഞ്ഞതെല്ലാം സ്വപ്നത്തിൽ കണ്ടതാണെന്ന് മാത്രം കരുതിയാൽ മതി. അമ്മയില്ലേ നിന്റെ കൂടെ? അപ്പുട്ടി മോളെ, ചെലപ്പോ ബെഡ്റൂമിൽ കാണും. ചേച്ചി, വെറുതെ കലബലാന്ന് ഓരോന്ന് പറഞ്ഞ് ഒച്ചയും വെള്ളമൊന്നും ഉണ്ടാക്കല്ലേ.
നീ പോടാ അവിടുന്ന്. എനിക്ക് എന്റെ അപ്പുട്ടിയോട് സന്തോഷമായിട്ട് 2 വർത്തമാനം പറയണം. ആ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. നീ ഇവിടെ മിണ്ടാതെ നിന്നാ മതി. അപ്പുട്ടി, മോളെ, അപ്പുട്ടി. മോളിവിടെ കാണുമെന്ന് ഹേമേച്ചി സംശയിച്ചു. കല്യാണം വിളിക്കാൻ വല്ലയിടത്തും പോയെങ്കിലോ?